നമ്മൾ വീണ്ടും ക്രിസ്മസ് ആഘോഷങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള വിശേഷങ്ങളാണ്, ദൃശ്യങ്ങളാണ്. അവിടേക്ക് ഇപ്പോൾ ഈ പാതിരാ കുർബാന ആഘോഷങ്ങൾ തുടങ്ങുന്നതിനുള്ള സമയമായിരിക്കുന്നു. വിശ്വാസികളെല്ലാം എത്തിയിട്ടുണ്ട്. മിഥില ബാലൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥില, പറയൂ. പ്രവിധ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ദേവമാതാ കത്തീഡ്രലിലേക്ക് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് എത്തിയത്. അദ്ദേഹം എത്തി ഇപ്പോൾ ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാനായി പള്ളിയുടെ ഉൾവശത്തേക്ക് വന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ശുശ്രൂഷകൾക്ക് തുടക്കമാകും. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിശ്വാസികളാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ ദേവാലയങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുകയാണെങ്കിൽ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രത്യേകതയും ഇത്തവണ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് രൂപതയ്ക്ക് കീഴിലുള്ള ദേവാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രാർത്ഥനകൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഈ പ്രാർത്ഥനകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. മറ്റൊരു പ്രത്യേകത എന്നത് ഏറ്റവും വലിയ പുൽക്കൂട്, കോഴിക്കോട്ടെ ഏറ്റവും വലിയ പുൽക്കൂടും ഈ ഒരു ദേവാലയത്തിൽ തന്നെയാണ്. എന്തുതന്നെയാലും വിശ്വാസികളെല്ലാം തന്നെ വലിയ സന്തോഷത്തിലാണ്, പ്രത്യേകിച്ച് പ്രതീക്ഷയോടെ, സ്നേഹത്തിൻ്റെ എല്ലാം ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ് എന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയും കൂടി വിശ്വാസത്തോടെയും കൂടി തന്നെയാണ് വിശ്വാസികളെല്ലാം തന്നെ ഓരോ ദേവാലയങ്ങളിലും സമാനമായി കോഴിക്കോട്ടെ മറ്റ് ദേവാലയങ്ങളിലെല്ലാം തന്നെ സമാനമായി ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി മേരിമാതാ ദേവാലയത്തിലാണ് ബിഷപ്പ് റെമിജോസ് ഇഞ്ചനാനിയൻ്റെ നേതൃത്വത്തിൽ ഈ തിരുപ്പിറവി ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ദേവമാതാ കത്തീഡ്രലിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ, അതായത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം മുതൽ തന്നെ വിശ്വാസികൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. പ്രവിധ. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പള്ളികളിലെല്ലാം പ്രാർത്ഥനകൾ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് വൈബ് മാത്രമുള്ള ഒരു സമയം എന്ന് വേണം പറയാൻ. അങ്ങനെ നല്ല ഇമ്പമുള്ള പാട്ടുകൾ ഇതെല്ലാം കേൾക്കാം. നമുക്ക് ഈ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കൂടി കടക്കാം. പ്രാർത്ഥനാ ചടങ്ങുകൾ തത്സമയം. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.